മൂത്തേടത്ത് കാവിലമ്മയുടെ ഊരുവലം എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഇറക്കി എഴുന്നള്ളിപ്പും കൂടിപൂജയും നടന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ അരിയും പൂവും വിതറി എതിരേറ്റ് കാവിലമ്മയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. താന്ത്രിക വിധിപ്രകാരം ഇണ്ടംതുരുത്തിമന വി നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തിയ ശേഷം ദീപാരാധനയ്ക്ക് മുൻപ് ദേവിയുടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. ചടങ്ങുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി നേതൃത്വം വഹിച്ചു. വൈദികപരമായ ശ്രീ പരമേശ്വരന്റെ പുതിയ ഭാവത്തിലും പൗരാണികമായി ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയുമാണ് മൂത്തേടത്ത് കാവിലെ പ്രതിഷ്ഠാസങ്കല്പം. മുൻകാലങ്ങളിൽ മൂത്തേടത്ത് കാവിലെ ദേശാതിർത്തി വരെയുള്ള ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഊരുവലം എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നു. മൂത്തേടത്ത് കാവിലമ്മയുടെ എഴുന്നള്ളത്ത് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് നടന്നത്. ആനപ്പുറത്ത് എഴുന്നള്ളിയ ദേവിക്ക് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വരവേൽപ്പ് നൽകി. വൈക്കം സമൂഹത്തിൽ നടന്ന ഇറക്കി പൂജയ്ക്കും വിശേഷ ചടങ്ങുകൾക്കും വിഷ്ണു മുരളീധരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നെല്ല്, അരി, മഞ്ഞൾ, മലർ, അവിൽ, ശർക്കര തുടങ്ങിയ വിഭവങ്ങൾ കൊണ്ട് നിറപറയും നിറദീപവും ഒരുക്കി ഊരാഴ്മ ഇണ്ടംതുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി വി ഹരിഹരൻ നമ്പൂതിരി, സമൂഹം ഭാരവാഹികളായ കെ ബാലചന്ദ്രൻ, കെ സി കൃഷ്ണമൂർത്തി, ബാലുസ്വാമി കണിച്ചേരിയിൽ, ഗോപാലകൃഷ്ണൻ, ഇരുമ്പൊഴി കുന്നുമഠം എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ വിശേഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.